പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ക്രിസ്തുവിനെ ഇത്ര ആഴമായി പ്രണയിക്കുവാൻ തുടങ്ങിയ സമയം ഏതാണെന്ന് ഒരിക്കൽ എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു. ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നൊരിക്കലും വെറുപ്പെന്ന് പറയുന്നൊരു വാക്ക്, ശാപമെന്ന് പറയുന്നൊരു വാക്ക് പുറത്തേക്ക് വന്നതേയില്ല. ഹൃദയം കൊത്തിപ്പറിക്കാൻ കാത്തിരുന്നവനോടും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ക്രിസ്തു സൂക്ഷിച്ചിരുന്ന ഒരു സ്നേഹമുണ്ടായിരുന്നു. എല്ലാ സമൂഹവും കുറ്റക്കാരനാണെന്ന് വിധി എഴുതിയവരുടെ മുഖത്ത് നോക്കി കരുണയോടുകൂടെ ചേർത്ത് പിടിച്ച ഒരു ഭാവമുണ്ടായിരുന്നു. കുരിശിൽ കിടന്ന് ഇങ്ങനെ നീറിപ്പിടയുമ്പോഴും കുറ്റപ്പെടുത്തിയവൻ്റെ മുഖത്ത് പുഞ്ചിരിയോടെ നോക്കി അലിവോടെ ഹൃദയത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞവനെ, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കുമെന്ന് പറയാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റമുണ്ട്. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ നിഘണ്ടു. അവൻ്റെ നിഘണ്ടുവിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു വെറുപ്പ്, ശാപം. നമ്മളിന്ന് നമ്മുടെ ഒരു ആധുനിക ലോകത്തിലെ ദൈവശാസ്ത്രങ്ങൾക്കിടയിൽ മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ദൈവം ശപിക്കും, ദൈവം വെറുക്കും. ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവമെങ്ങും ശപിക്കുന്നില്ല, ദൈവം ഒരാളെയും വെറുക്കുന്നില്ല. മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയുടെ ഫലം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നല്ലാതെ ദൈവം ഒരിക്കലും നിന്നെ വെറുക്കാൻ മനസ്സുള്ളവനല്ല, അല്ലെങ്കിൽ ദൈവം നിന്നെ ശപിക്കാൻ കാത്തു നിൽക്കുന്നവനുമല്ല. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നിന്നെ ചേർത്ത് പിടിക്കാൻ വെമ്പലോടെ കാത്തു നിൽക്കുന്നവനാണ് ദൈവം. ഒരൊറ്റ രീതി അവൻ്റെ ജീവിതത്തിനുള്ളൂ, എല്ലാവരെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് മാറ്റി നിർത്താതെ പ്രണയത്തോടുകൂടെ ഒരാളെ സമീപിക്കുക. ഇതിനോളം വലിയ ആത്മീയത നമുക്കെങ്ങും കണ്ടുമുട്ടാനായിട്ട് പറ്റില്ല. ക്രിസ്തു നമുക്ക് നൽകിയ ആത്മീയതയുടെ ആഴമായ അർത്ഥങ്ങളെക്കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.